ഹലോ, വെൽക്കം ടു Spicegenics. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി നോക്കിയാലോ? ബീഫ് റോളാഡ്. ഇത് മാഷ്ഡ് പൊട്ടാറ്റോ, പ്ലെയിൻ റൈസ്, പാസ്ത ഇതിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബീഫ് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ 6 വെളുത്തുള്ളി 2ആയിട്ട് കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി 2 പീസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് വറ്റൽമുളക്. ഞാനൊരു 7 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി ഇല്ലെങ്കിൽ മുഴുവൻ കുരുമുളക് ഇട്ടാലും മതി, 1 ടീസ്പൂൺ. ഇതിലേക്ക് ഇനി 3 ഗ്രാമ്പൂ ചേർക്കുന്നുണ്ട്. ഒരു കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മുറിച്ചിട്ട് ഇടാം അരയ്ക്കാനായിട്ട് എളുപ്പത്തിന്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കണം. വിനാഗിരി ചേർത്തിട്ട് നമുക്ക് അരയ്ക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ബീഫ് ഇതേപോലെ തിന്നായിട്ടുള്ള സ്ലൈസ്ഡ് ബീഫ് വേണം. ഇത് നമ്മൾ വാങ്ങുമ്പം തന്നെ അവരുടെ അടുത്ത് ആ കടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരിതായിട്ട് തിന്നായിട്ട് കട്ട് ചെയ്ത് തരും. ഇനി അഥവാ കുറച്ച് കട്ടിയുണ്ടെങ്കിൽ നമുക്ക് മീറ്റ് ഹാമർ അല്ലെങ്കിൽ ഒരു കാലി ബോട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഇടിയലില്ലേ അതെന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് ഇങ്ങനെ ഒന്ന് ഇടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് തിന്നായിക്കോളും. ഇത് ഞാൻ കഴുകി വെള്ളമൊക്കെ മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ 2ാമത്തെ പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡ് കുറച്ച് കട്ടി കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ സാധാ ഇടികലില്ലേ അത് വെച്ചിട്ട് ഞാനൊന്ന് ഇടിച്ച് ആ ഭാഗം ഒന്ന് ഫ്ലാറ്റ് ആക്കുകയാണ്. ഇത് ഇടികല്ല് തന്നെ വേണമെന്നില്ല, നമ്മുടെ കാലി ബോട്ടിൽ വെച്ചിട്ടാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഫ്ലാറ്റ് ആക്കിയാൽ മതി എന്തെങ്കിലും വെച്ചിട്ട്. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 പീസ് ബീഫ് ഇതേപോലെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 30 മിനിറ്റ് ഈ മസാല എല്ലാം ഇതിനകത്തൊന്ന് പിടിക്കാനായിട്ട് വെക്കാം. ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് റോൾ ചെയ്യാനുള്ള സൗകര്യത്തിന് ഒരു ഷീറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് സ്ലൈസ്ഡ് ജെർക്കിൻസ് വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് ജെർക്കിൻസ് എന്ന് പറഞ്ഞിട്ട് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. ഹോൾ ജെർക്കിൻസും കിട്ടും, സ്ലൈസ്ഡും കിട്ടും. നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് വേണമെങ്കിലും വെക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് അലാപ്പിനോ ചേർക്കാം ഇതിലേക്ക്. ഇത് ഞാൻ സ്ലൈസ്ഡ് അലാപ്പിനോ ആണ് വെക്കുന്നത്. ഇനി നമുക്ക് സ്ലൈസ്ഡ് ഓണിയൻസും കുറച്ച് 1-2 പീസ് ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. ഇതിൽ എല്ലാത്തിലേക്കും നമുക്കിതുപോലെ ഫില്ലിങ്സ് വെക്കാം. ഫില്ലിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വെക്കാം കേട്ടോ. ഇപ്പോൾ സ്ലൈസ് ചെയ്ത പൊട്ടറ്റോ വെക്കാം, ക്യാരറ്റ് വെക്കാം, ഫ്രഞ്ച് ബീൻസ് വെക്കാം. ഫില്ലിങ്സ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വെക്കാം, ചീസ് വെക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തിട്ട് നമുക്കിതേപോലെ ഒരു ത്രെഡ് വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് ചുറ്റി കെട്ടി കൊടുക്കുക, അകത്തുള്ളതൊന്നും പുറത്ത് പോകാതെ. ത്രെഡ് ഇല്ലെങ്കിൽ നമുക്ക് ടൂത്ത് പിക്ക് വെച്ചായാലും ഇത് ഇതേപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ആ റോള് തുറന്നു പോകാത്തതുപോലെ നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതാ ഞാനിവിടെ 3 ബീഫും നന്നായിട്ട് റോൾ ചെയ്ത് ടൈറ്റായിട്ട് ത്രെഡ് വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഏതെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ബട്ടറും നെയ്യും നിർബന്ധമില്ല കേട്ടോ. ഇനി എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ റോൾ ചെയ്തിരിക്കുന്ന ബീഫ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇട്ടിട്ട് ഒരു 8-10 മിനിറ്റോളം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഓരോ മിനിറ്റ് കൂടുമ്പോഴും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ആ സൈഡ് പാർട്ട് എല്ലാം ഒന്ന് ഡാർക്ക് ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ആ ഔട്ടർ ലെയർ നല്ല ഡാർക്ക് കളറാകുന്നത് വരെ എടുത്താൽ മതി കേട്ടോ. അകവശം എന്തോന്നും ഇപ്പം നോക്കേണ്ട ആവശ്യമില്ല. ഇതായിപ്പം ഡാർക്ക് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു വലിയ സവാള, ഒരു ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കം ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ ബീഫ് ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ തന്നെ നമുക്കൊന്ന് 1 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ബീഫ് ഫ്രൈ ചെയ്തതും ഈ വെജിറ്റബിൾസ് ഫ്രൈ ചെയ്യുന്നതെല്ലാം.
ഇനി ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് സെലറി കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. സെലറി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ സെലറി ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ നമ്മുടെ ഈ ഡിഷിന്. അതുകൊണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർക്കണം. ഇനി സെലറി ചേർത്തിട്ട് ഒരു 1 മിനിറ്റ് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വഴറ്റാം. അതിനുശേഷം 1 കപ്പ് ബീഫ് സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. ബീഫ് സ്റ്റോക്ക് നിങ്ങൾക്ക് വാങ്ങുന്ന സ്റ്റോക്ക് ആയാലും മതി. അതൊന്ന് 1 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ചേർത്താൽ മതി കേട്ടോ. ബീഫ് സ്റ്റോക്കിൽ ഉപ്പ് കാണും, അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇനി നമ്മുടെ ഗ്രേവി ഒന്ന് തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് റോൾസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു 35 to 40 മിനിറ്റ്സോളം, അതായത് ബീഫ് വേവുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇത് ഒരു 40 മിനിറ്റ്സ് ആയപ്പോൾ നമ്മുടെ ബീഫെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് പാഴ്സ്ലി ലീഫ് ഇട്ട് കൊടുക്കുകയാണ്. ഇതില്ലെങ്കിൽ മല്ലിയില ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ത്രെഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ചൂട് കാണും, അപ്പോൾ അത് സൂക്ഷിച്ച് കട്ട് ചെയ്ത് മാറ്റുക. ഇല്ലെങ്കിൽ ഇത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് ത്രെഡ് കട്ട് ചെയ്ത് മാറ്റിയാലും മതി കേട്ടോ. ഇനി നമുക്ക് ഈ ത്രെഡ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ ബീഫ് റോൾസ് എല്ലാം ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ ഗ്രേവി ഒന്നും കൂടി ഒന്ന് ചൂടാക്കാം. ചൂടാക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. അതായത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഈ ഗ്രേവി ഒന്ന് തിക്കായി കഴിയുമ്പോൾ നമ്മുടെ ബീഫ് റോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒരു 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി ബീഫ് റോളായിട്ട് റെഡി.